ഈ വണ്ടിക്ക് ഒരു പ്രത്യേക ഓളായിരുന്നു ബാബു. ഇത് ഇവിടെ നമ്മുടെ കുറച്ച് മരതകോ ഹർലരും ഇതെന്താടാ ഈ ഓടിപ്പോണേ. ട്രക്ക് ഉണ്ടായിരുന്നു ആ ട്രക്കാണ് എവിടെയെങ്കിലും കണ്ടോണ്ടാ? ആ ട്രക്കാണ് വേറെ എവിടെയും കണ്ടോണ്ടാ? ഇല്ല, നമ്മുടെ വണ്ടിയുടെ പ്രൊമോയില് നമ്മളെ വണ്ടി കൊണ്ടുവരുന്ന വണ്ടി അതാ. ഓ, കാർണേജ് അതിനെ കൊണ്ടുവന്ന വണ്ടി ഏതാണോ? അതാണോ? സൂപ്പർ. പുതിയ വണ്ടി അത് ഓക്കെ. ഞാൻ ഓർത്ത് പഴയ കാർണേജ് ഹൈനെയൊക്കെ റിവീൽ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ട്രക്ക് വല്ലതും ആയിരിക്കും. അന്നേരം ട്രക്കില്ല കേട്ടോ, സോറി. ട്രക്കിന്റെ പുറകില് പിന്നെ ആൾക്കാര് ഇല്ല, ആൾക്കാർ എത്തിയിട്ടില്ല. വന്നില്ലെന്നെങ്കിലും അല്ല, വരാത്തവന്മാരെങ്കിലും പറയും. ഇവിടെ കുറെ ആരും ഒന്നും മിണ്ടണല്ലോ. ഞാൻ കണ്ട കുറെ പേരോട് ചോദിക്കണ്. ഒരു വണ്ടി റോഡൊക്കെ ഇടിച്ചു പൊളിച്ചു വരണം. വരുന്നുള്ളൂ, വണ്ടിയെല്ലാം വരുന്നില്ല. ബസ്സിലെ ആ ബസ് ഇനിയുള്ളവരെ വലിച്ചിട്ടോ കേട്ടാ. അപ്പൊ കുറച്ചുപേര് ബസ്സിൽ വന്നവർ എത്തിയില്ല കേട്ടോ. കുറച്ച് ഭാഗങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കുറച്ച് ഭാഗങ്ങൾ എല്ലാരും നടന്നു. നല്ല ഡ്രോപ്പ്. റെഡി? പാട്ട് സൗണ്ട് കുറച്ച് വിട്ടുക. സൗണ്ട് കുറച്ച് വിട്ടുക പാട്ട്. ഒരു വണ്ടി ആളും കൂടെ വരാണ്ടെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ തുറന്നോ? സാധാരണ നിങ്ങളെല്ലാം പോസ്റ്റേഴ്സ് അല്ലേ കാണുന്ന എല്ലാ വട്ടം. ഇവിടെ ഭിത്തിയിൽ ഒരു വീഡിയോ നമ്മള് എല്ലാരും നമ്മള് ഫോട്ടോ എല്ലാം വെക്കണം. ഈ വട്ടം ഒരു വീഡിയോ അടിച്ചാൽ കയറ്റി ഇതില് സൗണ്ട് ഫോട്ടോ ഏട്ടാ മള്ളി വാ എടുത്ത് പറഞ്ഞല്ലോ. ഫോട്ടോ ഇല്ല. ഓർമ്മയുണ്ടല്ലോ ഞാൻ കൂടുതലൊന്നും നിങ്ങളെ മള്ളി ഉള്ള കാര്യം മള്ളി. ഈ വണ്ടി കാണുമ്പോ എനിക്ക് മുള്ളി ചിരി വരും മള്ളി. വരും. അല്ല മള്ളി, എനിക്ക് ഇത് കാണുമ്പോ മുരളി കാറിൽ ഓമ്പിച്ചതാണ് എനിക്ക്. അത് കഴിഞ്ഞുള്ള നമ്മളെ ഗ്യാങ് വണ്ടി. പിന്നെ പിന്നെ അല്ല, നീ നോക്കടാ, ഇതൊന്നും അല്ല, വേറൊരു സാധനം ഇവിടെ കിടപ്പുണ്ട്. നോക്ക്. എന്തൊക്കെ പറഞ്ഞാലും ഈ വണ്ടിക്കുള്ള ഓറയുണ്ടല്ലോ അത് വേറെ ഒന്നിനും ഇല്ല. ഇതൊരു സാധനമായിരുന്നു. ഇത് മാളിക്കുട്ടി തന്ന വണ്ടി. ഈ വണ്ടിക്ക് ഒരു പ്രത്യേക ഓറയായിരുന്നു ബാബു. ഇതൊരു ഒന്നൊന്നര സാധനമായിരുന്നു. നമ്മൾ എത്ര സിറ്റുവേഷനുകളിൽ അപ്പൊ വാ നമുക്ക് തുറക്കാം കേസ്. വാ തുറക്കണേ.
ഇവിടെ നമ്മുടെ കുറച്ച് പഴയ ഗ്യാങ് ഡ്രസ്സുകളെല്ലാം നമ്മളിവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം കയറി നോക്കാം. ഗ്യാങ് ഡ്രസ്, ഗ്യാങ് ഹുഡീസ്. നമ്മളിപ്പോഴത്തേക്കാ ഗ്യാങ് ഹുഡി. ഓ ഇതേം തൊട്ട് മുന്നത്തത്. അതെ, ഇതായിരുന്നല്ലേ നമ്മളെ പക്ഷേ നമ്മൾ ഈ കളറിലാണ് നമ്മൾ എക്സലൻസ് കെയർ ചെയ്തല്ലേ എന്റെ അവസാനം. അഭിപ്രായം പറയട്ടാ, എന്റെ അഭിപ്രായത്തില് വേറെ കാര്യം പറയാം. ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്ന ഡ്രസ് ഇതാണ്. ഓഡിയൻസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടായിരുന്ന ടിവിയുടെ ഗ്യാങ് ഡ്രസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ബ്ലാക്ക് ആൻഡ് റെഡ് ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്ന് വോട്ട് ചെയ്ത സാധനം. മാറ്റങ്ങൾ അനിവാര്യമായതുകൊണ്ട് നമ്മൾ മാറ്റിയതേ ഉള്ളൂ. വേറെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഗ്യാങ് ഡ്രസ് ഇതായിരുന്നു. ഇത് ചന്ദ്രൻ സെലക്ട് ചെയ്ത കളറാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്കന്ന് വേറെ കളർ തരൂലെന്ന് പറഞ്ഞു. അതെ, ലാസ്റ്റില് നമുക്ക് കളറായി ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇത് നമ്മളെ ഭയങ്കര ഹൈപ്പോടൊക്കെ ലോഞ്ച് ചെയ്തത്. എന്നിട്ട് നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്ത് മുള്ളിയെന്നും. അതെ അതെ, സത്യം. അവരെയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്. ഇനി എങ്ങോട്ടാ? ആരും കാണാത്തൊരു വഴി. ചുവന്ന ഗേറ്റ് വഴിയാണ്. എടാ എല്ലാരും ഒരു കാര്യം ചെയ്യാവടാ, ജസ്റ്റ് ഒന്ന് അലൈൻഡ് ആവാൻ പറ്റുമോ? നമ്മളിങ്ങനെ പോകുന്നത് ഒരു എന്താ പോലെ. ഇനി എങ്ങോട്ടാ? അങ്ങോട്ട് എന്നെ ഒന്ന് വിടുവോ അകത്തോട്ട്? ഇങ്ങോട്ടല്ല അങ്ങോട്ട് ഇവിടെ വന്ന വഴി വാസന എന്തെങ്കിലും ഓർമ്മകളൊക്കെ പങ്കുവെക്കുകയാണെങ്കിൽ പങ്കുവെച്ചോട്ടോ. ഓരോ വണ്ടി കടമ കൊറേ ഓർമ്മകളൊക്കെ ഇവിടെ പങ്കുവെച്ച്. നിങ്ങൾ അകത്ത് പോയി ഡ്രസ്സൊക്കെ വേണമെങ്കിൽ കണ്ടോളൂ. അകത്ത് നമ്മുടെ ഡ്രസ് പണിതർക്ക് പോലും വഴി ഈ വണ്ടീന്റെ വീഡിയോ ആണോ മോളി കാണിച്ചില്ലല്ലോ? Guys, be ready for the blast. 19 minutes. 19 minutes. ഞാൻ ബേസ് ക്യാമ്പ് കോപ്പി ചെയ്യേ. ബേസ് ക്യാമ്പ് നാളെ കണ്ടാ മതി നിങ്ങൾ കേട്ടോ. ബേസ് ക്യാമ്പ് കോപ്പി ചെയ്യേ. 19 മിനിറ്റ് നിങ്ങൾ എൻജോയ് ചെയ്യണം. ഇതിന്റെ ഫുൾ സ്ക്രീൻ. നിങ്ങൾ കളിക്കടാ. ഇങ്ങോട്ടോ. എന്നെ കാണാം. ഈ വഴി ഇവിടെ വഴിയുണ്ട്. വഴി നമ്മുടെ ഐക്കോണിക് 3 വണ്ടികൾ. 3 അല്ല 2 ഉള്ള കേട്ടാ. ഇല്ല 2 ബാക്കി 2 സീം. മരതകോ ഹർലരും ഇവിടെ നമ്മുടെ മറ്റേ പരിപാടി ഇവിടല്ലേ? അതല്ല മറ്റേ ലോഗോ മേലോട്ട് പറഞ്ഞിരുന്ന ലോഗോ. ആകാശത്തോട് നോക്കണേ എല്ലാരും. വണ്ടിയുടെ മുകളിൽ ഇത് നമ്മുടെ പുതിയ ലോഗോ. വണ്ടിയുടെ നേരെ മുന്നോട്ട് വെക്കണം. നേരെ ഇത് നമ്മുടെ സെക്കൻഡറി ലോഗോ ആയിട്ട്, നമ്മുടെ വേർഷൻ ലോഗോ ആയിട്ടൂടെ വരും കേട്ടോ. ഇത് തക്കുടുവാവ അതുപോലെ തലവിട്ട് അതുപോലെ ഒക്കെ എന്നുള്ളൊരു ഇതായിട്ട്. അപ്പൊ നമുക്കിനി വെച്ച് താമസിക്കണ്ട. 12:28 നമുക്കപ്പൊ തുടങ്ങാം. എടാ ഞാനൊരു കാര്യം പറയാം. ഇവിടുത്തെ തിയേറ്ററിൽ കാണിക്കുന്നില്ല. നമുക്ക് ആ വീഡിയോക്ക് അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ട് നമുക്കിത് പുറത്ത് കാണിക്കുന്നുള്ളൂ. അപ്പൊ എല്ലാരും ഒന്ന് ഡിസ്കോഡ് വരണം. പോയിട്ട് കാണിക്കും. ഓക്കെ. പറടാ.
ടീമാണ് അവരുടെ ആദ്യത്തെ വർക്ക് ചെയ്ത് ഓടാ അല്ല ആദ്യത്തെ വർക്കല്ല, അതായത് അവരുടെ സംരംഭത്തിന്റെ പേരാണ് റെക്സർ. തുടങ്ങിയ സംരംഭമാണ്. ആ സംരംഭത്തിന്റെ ആദ്യത്തെ വർക്കാണ്. പുറത്തല്ല, അകത്ത് തന്നെ. ഫുൾ ആൻഡ് ഫുള്ളി ഇതിന് വേണ്ടി നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവര് ഒരു മാസത്തിന് മേളില് ബാക്കി എല്ലാ വർക്കും പുറകിലാണ്. താങ്ക് യു സോ മച്ച് റെക്സ് ടീം. ഇതൊരു തിയേറ്റർ ആണ് ആക്ച്വലി കേട്ടോ. സാമ്പിളൊക്കെ നീ കീടറ എടുത്ത് വെച്ചിട്ട് എന്നിട്ട് പണിതാണെന്ന് പറയണം. മേളില് നീലയ്ക്ക് വരെ പച്ച അടിച്ചിട്ട് പറയണം ഞാൻ രാപ്പകലില്ലാതെ പണിതാണെന്ന് കേട്ടാ. ഒന്ന് ബാക്കിലോട്ട് വേടാ, ബാക്കിലോട്ട് വേണം. അപ്പുക്കുട്ട ഉണ്ടോ ഇവിടെ? അവൻ വെളിയിൽ എവിടെയായിരുന്നു പറഞ്ഞത്? അവൻ ഉണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നു. അപ്പുക്കുട്ട നീ വീഡിയോ അപ്ലോഡ് ചെയ്തോ? ഇല്ല, അത് നമുക്ക് ഞാൻ ഇപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ കൊളാപ്പായിട്ട് അപ്ലോഡ് ചെയ്യാം. കേറട്ടെ? നിങ്ങൾ ഈ മെക്കയ്ക്ക് വീഡിയോ കണ്ട ക്വാളിറ്റി അല്ല, വീഡിയോ കണ്ട ഹൈറ്റും അല്ല ഈ വണ്ടിക്ക്. ഈ വണ്ടിക്ക് ഒരു ക്യാരക്ടർ കണ്ട, ഇത് കണ്ട, ഇത്രേ ഉള്ളൂ. ഒരു ക്യാരക്ടർ ഇത്രേ ഉള്ളൂ. ഇതൊരു ബീസ്റ്റ്. ഈ വണ്ടി നിങ്ങൾ വെട്ടത്തെയും കൊണ്ട് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഈ വണ്ടിയുടെ ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. ഇന്റീരിയർ നോക്കണം. ഇതിന്റെ ഇന്റീരിയർ ഇത് ഫുള്ളി എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. വണ്ടിയുടെ കവർ ഡീറ്റെയിലിംഗ് ഞാൻ RPM കൊടുക്കുന്നതിനനുസരിച്ച് RPM മീറ്റർ ഓടുന്നുണ്ടോ? ചെറിയ മാറ്റമുണ്ട്. കുഴപ്പമില്ല. ഡെലിവറി നല്ല ഡീറ്റെയിൽ വണ്ടിയുടെ ലുക്ക്. പിന്നെ ഇതൊന്ന് ബാക്കിൽ ഇവിടെ നിന്ന് നോക്കിയേ കണ്ട, ഇത് കണ്ടോ? പൊന്നോ, ഇനി ടർഫൊക്കെ ഒരു പിടിയുണ്ടല്ലേ? അല്ല അല്ല, ഇത് മറ്റേ ചന്തി ഇടിച്ച് കയറ്റി വെക്കാൻ പറ്റും. ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ അത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബിൽഡ് പോലെയാണ്. ഒരു വണ്ടിയാണ് ഇത് ആക്ച്വലി. പുള്ളി ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നിങ്ങൾക്ക് 3D ഇതൊക്കെ കേൾക്കാൻ താല്പര്യം പുള്ളിക്ക് ഒരു സ്പേസ് കൊടുക്കും ഇന്നെ ലൈവില്. അതിനിപ്പം താല്പര്യമുള്ള ഗെയിം അല്ലാതെ അപ്പാർട്ട് ഫ്രം ഇതിന്റെ ഒരു എഫേർട്ട് എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് അറിയണം. കാരണം നമ്മൾ കുറെ വണ്ടി ഇറക്കുന്നു, അത് ആൾക്കാർ ലീക്ക് ആവുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. ഈ ഫ്രസ്ട്രേഷൻ ഒക്കെ കാണിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതിലൊക്കെ എന്തിരിക്കുന്നു, ഇവനൊക്കെ ഒരു ഗെയിം അല്ലേ, ഒരു ഗെയിമിലെ കാറല്ലേ, ഒരു ടോയ് അല്ലേ എന്നൊക്കെ പറയും കുറെ പേര്. പക്ഷെ ഇതിന്റെ പുറയിലുള്ള എഫേർട്ടും പുറയിലുള്ള സാധനം എന്താണെന്ന് നിങ്ങൾ അറിയണം. അപ്പൊ അതെന്തായാലും ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ ലൈവില്. പുള്ളിക്ക് ആ ഒരു സ്പേസ്. പക്ഷെ ഞാനിത് പുള്ളിയെടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറയാ ബ്രോ ഞാനിത് ലൈവില് ഞാനിത് കാണിച്ചു തരാം, ഞാനിത് കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും, അപ്പോൾ ബ്രോയ്ക്ക് കൂടുതൽ വർക്ക്സ് ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയുക ഈകളെ ഇതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഞാൻ എൻ്റെ അവസാനത്തെ വണ്ടി ചെയ്യണത്, ഇനി ഒരു വണ്ടി ചെയ്യുന്നില്ലെന്ന്. എനിക്ക് ഇത് ശരിക്കും പുള്ളി പാഷന്റെ പുറത്ത് ചെയ്യണം. അടുത്ത വണ്ടിലോട്ട് പോകാം. ഞാനൊരു കാര്യം പറയട്ടെ, വണ്ടിക്ക് തിരിക്കുമ്പോഴാണ് അതിന്റെ സൈസ് മനസ്സിലാവണേ അല്ലേ? ഇത് ദൂരെ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയട്ടെ, ഇത് ഒരു 2 പേര് 3 പേരൊക്കെ ഈ വണ്ടി കൊണ്ട് കുത്തി അവന്മാര് പേടിച്ച് മുള്ളും. അവന്മാര് ഈ വണ്ടി ദൂരെ നിന്ന് ഓടി വരുന്ന കാണുമ്പോ തന്നെ പേടിയായി പോകും അവന്മാർക്ക്. നോക്കി ഇത് സാധനം നിങ്ങൾക്ക് നോക്കണ്ട, ഇത് കണ്ട അതാ ഫ്ലോർ താത്ത അടുത്ത എവിടെയാ?
അടുത്ത എങ്ങോട്ടാ? മാർക്ക് ആ. ഇങ്ങോട്ട് നമ്മള് കൂടിയിരിക്കുന്ന സ്ഥലത്തോ. ഇറങ്ങട്ടെ. തുടങ്ങും. Guys, in game this is a beast. സൈഡിലെ സ്ക്രീൻ വിഷയം. അയ്യോ അത് ഇതിന് ഫ്രണ്ടിൽ ഒരു മക്ലാരൻ ടച്ച് ഉണ്ടല്ലേ, നോക്കി. പൂച്ച നോക്കിയാ ആ വണ്ടി കേറല്ലേ? എടാ ഈ ഇവിടെ നിൽക്കുന്ന വണ്ടി കേറല്ലേ ഈ വണ്ടിയില്. നീ മോളിക്കണ Guys, ഇത് B6ന്റെ ഒരു ഇതുണ്ട്. വേറെ കാര്യം പറയാം. ഈ വണ്ടി നമ്മൾ ആക്ച്വലി ഇതിന്റെ ഒരു നമ്മളെ ഷിൻ ഗോഡ്സിലയുടെ ഒരു ലോഡ് വേർഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ഗോഡ്സില എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് പ്രോപ്പർ ഞങ്ങളുടെ ഗോഡ്സില. മറ്റേത് മെക്ക. ആൻഡ് ഇത് ഷിൻ ഗോഡ്സില എന്ന് പറയുന്ന വണ്ടി പണിയുമ്പോ എല്ലാവർക്കും പ്രശ്നം പറ്റുന്ന എവിടെയാണെന്നറിയാമോ? ഒരു വണ്ടിയുടെ ഏറ്റവും ഭംഗി അതിന്റെ പുറയുന്ന. കാരണം നമ്മൾ എപ്പോഴും കാണാൻ പോകുന്നത് അതിന്റെ പുറയില്ല. എല്ലാ ഡിസൈനേഴ്സിനും വരുന്നൊരു പ്രശ്നമാണ് അതിന്റെ ബാക്ക് ഇങ്ങനെ. പക്ഷെ എന്റെ അമ്മ മറ്റേത് വിഷയം. ഇത് നിങ്ങളെ വെളിയിൽ എടുത്ത് കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ ഈ ലൈറ്റിൽ കാണുന്നതല്ലേ ഞാൻ അടുത്ത വണ്ടിയുടെ ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടാ നിങ്ങൾ? ഇതിന്റെ ബാക്ക് സൈഡ് നോക്ക്, കണ്ടാ? ഇത് ആ എഞ്ചിനിരുന്ന് കണ്ടോ നിങ്ങള്? എഞ്ചിനിരുന്ന് വൈബ്രേറ്റ് ചെയ്യണം. മറ്റേ ഇത് സൈലൻസർ ഇതാവണ. രണ്ട് വണ്ടിയെ പറ്റുള്ളൂ ബ്രോ. നമ്മള് മാറി മാറി കയറ്റിക്കോളാം. വീക്ക്ലി ഞങ്ങള് മാറി മാറി കയറ്റിക്കോളും. അത് പുറത്ത് കാണിക്കാം. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് പുറത്ത് അത്രേ ഉള്ളൂ. ഹലോ, ഹുഡിയില് പറഞ്ഞില്ല, വലിയ മാറ്റം വരുത്തിയിട്ടില്ല കേസ്. നമ്മള് ഹുഡിയില് നമുക്ക് കളർ കൺഫ്യൂഷൻസ് വരത്തില്ലെന്നാണ് എനിക്ക് തോന്നണേ. കളർ പാറ്റേൺ നമുക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രമാണ്. ബാക്ക് സൈഡ് ഓൾമോസ്റ്റ് ലുക്ക് ലൈക്ക് മസ്ജിദ് RX-7. എനിക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ. എടാ എന്നാലും ഏതൊക്കെ ഇനി റെഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മള് റിയൽ ലൈഫ് വണ്ടികളല്ലടാ അതൊക്കെ. നമ്മള് ശരിക്കും ഇതിനകത്തോട്ട് കൊണ്ടുവരുമല്ലേ. പുള്ളി അത് പണിതെടുത്താന്ന് പറയുമ്പോ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ്. മനസ്സിലായത്? നിങ്ങളെ വെളിയിൽ ഈ വണ്ടി കാണിച്ചു തരാം. എടാ ഒരു ഇതോട്ടില്ലേ, അതോടെ കണ്ടിട്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് വെളിയിൽ കാണിക്കണം എനിക്ക് എല്ലാരും. എടാ അടുത്ത വണ്ടി എവിടെ ലാസ്റ്റ്? അത് തന്നെയാണല്ലോ, അങ്ങനെ തന്നെ വെച്ചേക്കുമല്ലേ? ഓക്കെ, പക്ഷെ ഇതിന്റെ ലിവറി മാറി കിടക്കുവാണല്ലോടാ ഈ ഷിൻ ഗോഡ്സിലൂടെ. ഇല്ല അത് അണ്ണന്റെ ഓക്കെ. അപ്പൊ നമുക്ക് എന്നെ ഒന്ന് ആരെല്ലാം ഒന്ന് വെളിയിലോട്ട് വലിച്ചിട്ടിട്ട്, ആരും ഇല്ലാത്തടത്തോട്ട് ഒന്ന് വലിച്ചിട്ടിട്ട് ഈ മൂന്ന് വണ്ടി ഒന്ന് സ്പോൺ ചെയ്ത് തരുമോ? പറഞ്ഞ നമ്മുടെ ഈ ടീഷർട്ടും പുതിയ വണ്ടിയുടെ പുതിയ ലിവറിയും കാര്യങ്ങളും എല്ലാം ചെയ്തത് ഫാന്റം എന്ന് പറഞ്ഞ പയ്യനാണേ. പയ്യൻ അതെല്ലാം ഫോണിലാണ് ചെയ്തേക്കുന്നത്. ഫോണിലോ? സംസാരിച്ചോണ്ടിരിക്കടാ. ഫോണിലോ? അവനെ പൊന്നനോടൊന്ന് വലിച്ചേ. നമ്മുടെ ലിവറി ടീഷർട്ടും ഒക്കെ ചെയ്ത ഫോണിലാണോ? ഹലോ, വണ്ടിയുടെയും എല്ലാം ലിവർ ചെയ്തിരിക്കുന്ന പയ്യൻ ഫോണിലാണ് ചെയ്തത്. ഫാന്റം എന്നാണ് പേര്. ഫോണിലോ ഇത്? ഫോണിലാണ് ചെയ്തേക്കുന്ന അഡ്രസ് അല്ല. അവനെ ഒന്ന് ഡിസ്കോഡിൽ കൊണ്ടുവരുവോ? അവൻ ഇൻട്രോവേർട്ടാണ്, ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം.
ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഡിസ്കോഡിൽ കൊണ്ടുവന്നാൽ മതി. എനിക്ക് വെതർ ഒന്ന് പകലാക്കിട്ടെ, വെതർ ഒന്ന് പകലാക്കിട്ട് കുറച്ചുകൂടെ ഇതാക്കിട്ട് ഒന്ന് പകലാക്കി തരുമോ? ഞാൻ എന്നിട്ട് എന്റെ ഇതൊന്നും കുറച്ചോട്ടെ, ഒരു മിനിറ്റ്. ഹലോ കണ്ണടിച്ചല്ലോ. താങ്ക് യു. സ്പോണാക്കട്ടെ ഹലോ. സ്പോൺ ആക്കി. വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നാളെ തിരിച്ച് ഫിക്സ് ആവേ. ഓക്കെ എല്ലാം നാളത്തേക്ക് സെറ്റ് ചെയ്തേക്കാം. ഓക്കെ. എന്റെ അകത്ത് കളർ നോക്കണം കേട്ടോ. എന്റെ അകത്ത് വേറെ കളറായിട്ടേ വരത്തുള്ളൂ. എന്റെ ഈ ഇതിട്ടേക്കുന്നുണ്ട്. ഈ ബ്ലാക്കിന് വരെ എന്റെ ഒരു ബ്ലൂ ഷെയ്ഡായിരിക്കും വരുന്നത്. മറ്റേതൂടെ ഒന്ന് സ്പോൺ ചെയ്തേ. നോർമൽ GTA ഗ്രാഫിക്സ് ഇടാൻ പറ്റത്തില്ല ഗൈസ്. എനിക്ക് ഇത് ഇടുമ്പോ എന്തോ പോലെ ഇത് ഈ ഒരു ഇതിന് എന്തോ റിഫ്ലക്ഷൻ ഭയങ്കര ഇത് കൂടുതലാ. ഇതാണ് അതിന്റെ ലിഫ്റ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇതാണ് എന്റെ അകത്തുള്ള കളർ. നിങ്ങൾ നോക്കേണ്ട ബ്രൈറ്റ്നസിന്റെ ആണ്. ബ്രൈറ്റ്നസ് ഇനിയും കുറയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ എനിക്ക് ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ. ബ്രൈറ്റ്നസ് 0.5 ആക്കിയാലും കാര്യം ഇല്ലടാ. അത് ആ വണ്ടിയിൽ വരുന്ന ഷെയ്ഡാണ്. ആ വണ്ടിയിൽ വരുന്ന ഷെയ്ഡാ. ഞാൻ വണ്ടിക്കകത്താ കാറോടെ വലിച്ചളവാ 28 ID. കണ്ട ഇതിപ്പോ ബ്രൈറ്റ്നസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. ഓക്കെ എടാ വണ്ടി എടുത്തിട്ട് പോലെടാ. ഞാൻ കാണിച്ചോട്ടാ എല്ലാരെയും ഒന്ന്. എടാ ഇങ്ങനെ ചെയ്യലടാ. ഒന്ന് വണ്ടി എടുത്ത് പോലെടാ. ഒന്ന് വെയിറ്റ് ചെയ്യടാ. ഒരു വണ്ടി ഉണ്ടല്ലോ അതോടെ കണ്ട കൈസ്. എന്റെ ഇത് എങ്ങനെ ഓഫ് ചെയ്യുന്ന കൈസ്? ഓക്കെ ഇത് കാണാനൊട്ട് ഇതിനകത്ത് കളർ ഭയങ്കര ഷോകോടാ. ഇതിനകത്ത് എനിക്ക് വേറെ എന്തോ കളറായിട്ടാ കാണിക്കണ ഈ വണ്ടി. നമ്മുടെ വണ്ടിയുടെ കളറായിട്ടല്ല കാണിക്കണേ. നോക്കട്ടെ, ഈ 2 വണ്ടികൾ ഞാൻ ഡീ മേടിച്ചു കളയാം. മറ്റേ 2 വണ്ടികളാണ് ഒറിജിനൽ. ഈ വണ്ടിയുടെ ഹാൻഡ്ലിങ് ചെയ്തിരിക്കുന്ന ടോമിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഈ വണ്ടിയുടെ ഹാൻഡ്ലിങ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഇനിയുള്ള വാറുകളിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് നോക്കാം. ഇത് എൻ്റെ അകത്ത് വേറെ കളറായിട്ടാണ് തോന്നുന്നത്. വേറെ ആരെങ്കിലും നിങ്ങൾ വേറെ ആരെങ്കിലും ഒന്ന് POV കണ്ടു നോക്കണേ. എൻ്റെ അകത്ത് വേറെ കളറായിട്ടാണ് കാണുന്നത്. അത് ഞാൻ ഓഫ് ചെയ്തടാ. ഇത് കൊള്ളൂല. എനിക്കത് ഇതിനകത്ത് കണ്ടിട്ട് കൊള്ളൂല. ആൻഡ് ഇതാണ് മെക്ക. മെക്ക ഈസ് എ ബീസ്റ്റ്. ഇതിന് ഷെയ്ഡിങ് കുറച്ച് ഈ ഞാൻ ഇട്ടേക്കുന്ന ഗ്രാഫിക്സ് മോഡിന് ഷെയ്ഡിങ് കുറച്ച് ഭയങ്കര ഇതായിട്ടിരിക്കുക. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഇതെന്താടാ ഈ ഓടിപ്പോണേ? അല്ല, പേര് പറയാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. എന്റെ പേര് പറയുന്നത് ഇല്ലല്ലേ പറയുന്നത്. ഒരെണ്ണത്തിന് വലിപ്പം കുറച്ച് അധികമായി പോയി, ഒരെണ്ണത്തിന് വലിപ്പം കുറച്ച് കുറഞ്ഞു പോയി കേട്ടാ. ഹാൻഡിങ് നല്ല രസമുണ്ടാ. നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടാ. കിട്ടില്ല. ഓടിച്ചു നോക്കണേ. എടാ ആ ഷിന്നൊന്ന് വാസോണ്ട് കൊടുക്കോ. ആ ഷിന്നും തന്നടാ. എനിക്കൊന്ന് തന്നെ ഷിന്നും തന്നെ. അതിന്റെ ഹാൻഡ്ലിംഗ് ഒന്ന് നോക്കിയാണ്. ഭയങ്കര റിയലിസ്റ്റിക് ആണ്. ഭയങ്കര അടിപൊളിയാണ്. ഓഫ് റോഡൊക്കെ ഒന്ന് നല്ല സ്ലോയിൽ ഓടിച്ചു നോക്കണേ. വന്ന് കേറല്ലേ. അയ്യോ
ഹാൻഡ്ലിങ് ആ ഒരു നല്ലൊരു ഭയങ്കര അത്യാവശ്യം റിയലിസ്റ്റിക്. എനിക്ക് ഇവനെ ഒരു അപ്പി മോഡ് ഇട്ട് തന്നിട്ടേ ഇതിന്റെ കളറൊക്കെ ചമ്മന്തി പോലെയായി എനിക്ക്. ഇതിനെക്കാട്ടിലും ഡിഫോൾട്ട് ആണ് നല്ല. ഞാൻ ഉള്ളാരും പറയല്ല, എന്റെ POV നോക്കിയിട്ട് എന്റെ POV നോക്കുമ്പോ എനിക്ക് ഡിഫോൾട്ട് ഭയങ്കര അടിപൊളിയായിട്ട് കാണുന്നു. സത്യം. എടാ നിന്റെ POV ഒന്ന് സ്ട്രീം ചെയ്ത് കാണിച്ചു കൊടുത്തേ ഈ വണ്ടിയുടെ കളർ ഒന്ന്. ഈ വണ്ടിയുടെ കളർ അവൻ സ്ട്രീം ചെയ്ത് തരും. അവന്റെ ഒരു അപ്പി മോഡ് വണ്ടിയുടെ ഒക്കെ കളറേ മാറിപ്പോയി. ഇതാ OG. ഇതാണ് വണ്ടിയുടെ കളറും വണ്ടിയുടെ ലുക്കും. അയ്യോ, അത് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ഇതാണ് വണ്ടിയുടെ കളർ. അതെ, ലിവർ ഇതല്ല കേട്ടോ. ലിവർ ഞാൻ നാളെ മാറ്റി കേട്ടോ. ലിവറി വേറെയാണ്, ലിവറി വേറെയാണ്. എന്നാ മറ്റേ മെക്കയും കൂടെ കാണിച്ചു കൊടുത്തടാ. പിന്നെ മറ്റേ 4x4 എന്തോ ഒരു കേറുന്നതിന് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞത്. അതും കൂടെ നാളെ സെറ്റായി. അതും കൂടെ കയറ്റി സിറ്റി വരുമ്പോഴത്തേക്കും എല്ലാം ഫിക്സ് ആയിരിക്കും. ഡീറ്റെയിലിംഗ് ആണ് ഞാൻ നോക്കണേ. നീ മെക്കന്ന് കാണിച്ചു കൊടുത്തല്ലേ? മെക്കന്ന് കാണിച്ചു കൊടുത്തേ. ഞാനില്ല വണ്ടിയുടെ ഡീറ്റെയിലിംഗ് ഞാൻ ഡീറ്റെയിലിംഗ് കാണിച്ചു നോക്കട്ടെ അവർക്ക്. ഡീറ്റെയിലിംഗ് കണ്ട വണ്ടിയുടെ ആടാ ഞാൻ പുറത്താ. ഇതുണ്ടാ വെയിറ്റ് ഞാൻ FEP കാണിച്ചായിരുന്നു നിങ്ങൾക്ക് ഒരു കാര്യം. വെയിറ്റ് 400 കോടി ബാങ്കില്. ഇല്ല ഇതിനകത്തല്ല, മറ്റേനകത്താണ് FEPയില്. മെക്കലാണല്ലോ. മെക്കയിലാണ്. എടാ മെക്കുന്നുണ്ടെന്ന് കാരണം ഈ വണ്ടി ഓൾറെഡി നല്ല സൈസ് ഉണ്ട് ബോഡിക്ക്. സെക്കൻഡറി കളർ ഇട്ടിട്ട് വരാവോ ഇങ്ങോട്ട്? സെറ്റാണ് മറ്റേ സെറ്റാണ്. ഇപ്പൊ അങ്ങോട്ട് പോയി മെക്കൊന്ന് വരാവോടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് ഞാൻ എന്റെ പിങ്കിലോട്ട് ആ ബാക്കിലുള്ള മെക്ക. നേരെ വാ. കത്താനടാ ഓടിക്കുന്നത്. എടാ ഹലോ എടാ ഞാൻ ഇവിടെ നിക്കുന്നുണ്ടടാ. ഈ പിങ് ഉണ്ടടാ. അതായത് 847 കൊണ്ടുവരാവോ മെക്ക ഉള്ള ഒരാള്? ആ നേരോ കൊലയാടി മോനെ. ഈ കുണ്ണകള് ഇതാണ് ഇതിന്റെ കളറ്. മനസ്സിലായ ആ ഗ്രില്ല് കണ്ടാ നീ? ഇത് ഉണ്ടാക്കിയതൊക്കെ പറയുമ്പല്ലേ ആലോചിച്ച്.